എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ സ്വാഗതം. ഞാൻ രശ്മി, ലൈഫ് കോച്ച്, സക്സസ് കോച്ച് ആൻഡ് മൈൻഡ് പവർ ട്രെയിനർ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഡേ 14 സെൽഫ് ലവ് മിറർ വർക്ക്. 13 ദിവസത്തെയും കാണാത്തവർ തീർച്ചയായും കാണുക, അതിനുശേഷം മാത്രം 14ാമത്തെ ദിവസം കാണുക. ഇന്നത്തെ മിറർ വർക്ക് എന്ന് പറയുന്നത് നമ്മൾ ഒരു റിവ്യൂ ചെയ്യുക എന്നുള്ളതാണ്. ഇത്രയും ദിവസം നമ്മൾ ചെയ്ത പ്രാക്ടീസുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കുണ്ടായ ചേഞ്ചുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ പോസിറ്റീവ് മാറ്റങ്ങളാണ് നമ്മളുണ്ടായിട്ടുള്ളത്, അതിനൊരു റിവ്യൂ കൊടുക്കുക. അതേപോലെ എല്ലാം സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുക എന്നുള്ളതാണ്. നമ്മുടെ കുട്ടിക്കാലത്ത് ഒരുപാട് മുറിവുകൾ നമ്മുടെ മനസ്സിലൂടെ കടത്തി വിട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ മുറിവുകൾ എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണങ്ങാതെ കിടക്കുന്നുണ്ട്. ആ മുറിവുകൾ പതിയെ പതിയെ നമുക്ക് ഉണക്കാൻ സാധിക്കണം ഈ സെൽഫ് ലവ് പ്രാക്ടീസിലൂടെ, മിറർ വർക്കിലൂടെ. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരു ഫോട്ടോ മിററിൽ ഒട്ടിച്ച് വയ്ക്കുക. കുട്ടിക്കാലത്ത് ഒരു ഫോട്ടോ എടുത്ത് ഒട്ടിച്ച് വയ്ക്കുക. എന്നിട്ട് അതിനോട് ചോദിക്കുക, എന്താണ് നിനക്ക് ലഭിക്കാതെ പോയ ആഗ്രഹങ്ങൾ, എന്താണ് നിന്നെ ഈ ആഗ്രഹത്തിൽ നിന്നും പിന്മാറ്റാൻ നിന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്ന ഘടകം എന്താണ്, നിൻ്റെ ഉള്ളിലുള്ള വിഷമം എന്തായിരുന്നു, നിനക്ക് ഭയമായിരുന്നോ, അല്ലെങ്കിൽ നിനക്കത് ചെയ്യുന്നതിൽ നിന്ന് വിലക്കിയിരുന്നത് എന്തായിരുന്നു, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അത് അപകർഷതാബോധം, ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള ചിന്തയായിരുന്നു, എന്തായിരുന്നു നിനക്കുണ്ടായ പ്രോബ്ലം എന്ന് ആ കുട്ടിയോട് നമ്മൾ ചോദിക്കുക. നമ്മുടെ ഇന്നർ ചൈൽഡിനെയാണ് നമ്മൾ ആ നിമിഷം കാണുന്നത്. ഓക്കെ, എന്നിട്ട് അതിനോട് പറയുക, എല്ലാത്തിനും ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നീ സേഫാണ്, നീ സുരക്ഷിതയാണ്, ഇനി മുതൽ നീ ഒറ്റയ്ക്കല്ല എന്ന അഫർമേഷൻ കൊടുക്കുക. ഇനി മുതൽ നീ ഒറ്റയ്ക്കല്ല, നീ സേഫാണ്, ഞാൻ എന്നും നിൻ്റെ കൂടെയുണ്ട്, നീ സുരക്ഷിതയാണ് എന്നും അഫർമേഷൻ കൊടുക്കുക. കൂടെ ജേർണലിംഗ് നിങ്ങൾ ചെയ്യേണ്ടത് എന്തെല്ലാം കാര്യങ്ങൾ, അതായത് ഇന്നർ ചൈൽഡിന് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് ഇന്നർ ചൈൽഡ് ചെറുപ്പകാലങ്ങളിൽ വേദനിക്കാനിടയായ സംഭവങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ ഒന്ന് ജേർണലിംഗ് ചെയ്തു വെക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും, ഇന്ന കാര്യങ്ങൾ എൻ്റെ മനസ്സിലൂടെ ഞാൻ കടത്തി വിട്ടിട്ടുണ്ട്, അതിൻ്റെ ഫലമായിട്ടാണ് ലൈഫ് ഇങ്ങനെയൊക്കെ ആയി തീർന്നത് എന്നുള്ളൊരു ഐഡിയ നമുക്ക് ലഭിക്കുന്നതാണ്. ജസ്റ്റ് ഒന്ന് ജേർണലൈസ് ചെയ്യുക. അതിനുശേഷം എഫർമേഷൻ നിങ്ങൾ എഴുതേണ്ടത്, ഐ ആം വില്ലിങ് ടു ലെറ്റ് ഗോ ഓൾ മൈ ഫിയേഴ്സ്. ഓക്കെ, ഐ ആം ലവ് യു, ഐ ലവ് യു, അതേപോലെ ഐ ആം സേഫ്, ഐ ആം സോ ഹാപ്പി. ഇങ്ങനെ അഫർമേഷൻ കൊടുക്കുക, സ്വയം അഫർമേഷൻ കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇന്നർ ചൈൽഡിനെ നമ്മൾ ആ കണ്ണാടി നോക്കി കണ്ടുകൊണ്ട് അതിന് എന്തെങ്കിലും ചെറുപ്പകാലങ്ങളിലോ അല്ലെങ്കിൽ ഒരു 5 വയസ്സ് മുതലുള്ള ഇന്നർ ചൈൽഡിനെ നമ്മൾ എടുക്കുക. അത് കഴിഞ്ഞ് 10, പിന്നെ കഴിഞ്ഞ് 15. അപ്പം ആ ഒരു ലൈഫ് ടൈമിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാതെ പോയിട്ടുണ്ടാവും. നമ്മൾ വിചാരിച്ചിട്ടുണ്ടോ, എനിക്ക് അർഹതയില്ല, എനിക്കൊന്നും നേടാനുള്ളൊരു കഴിവില്ല, എന്നെ ഒന്നിനും കൊള്ളില്ല, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ കളറ് കുറഞ്ഞതിൻ്റെ പേരിലായിരിക്കാം, സൗന്ദര്യമില്ലായ്മേൻ്റെ പേരിലായിരിക്കാം, ചിലപ്പം എന്തെങ്കിലും ചെയ്യുന്നതിൽ നിന്ന് മറ്റുള്ളവർ നമ്മെ വിലക്കിയ വേദനകളായിരിക്കാം, പേടിയായിരിക്കാം, എന്തെങ്കിലും ചെയ്യുന്നതിനുള്ളൊരു പേടിയായിരിക്കാം. അപ്പോൾ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വിലക്കിയിട്ടുള്ള എന്ത് കാര്യമാണ് നിൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്, അപ്പോൾ അത് ഒന്നും നീ പ്രശ്നമാക്കണ്ട. കാരണം ഇനി മുതൽ നീ സേഫാണ്, നീ സുരക്ഷിതയാണ് എന്നുള്ള മെസ്സേജാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ 14ാമത്തെ ദിവസത്തെ മിറർ വർക്ക് ഇത്രയേ ഉള്ളൂ. ഇനി 15ാമത്തെ ദിവസവുമായി അടുത്ത ദിവസം വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അതേപോലെ 21 ഡേയ്സ് സെൽഫ് ലവ് മിറർ വർക്ക് ഗൂഗിൾ മീറ്റ് ഡിസംബർ 15 ആരംഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന തീർച്ചയായും ജോയിൻ ചെയ്യുക. ഗൂഗിൾ മീറ്റ് വഴിയാണ്. അതിൽ എഫർമേഷൻസ് ഉണ്ടാവും, സെൽഫ് ലവ് പ്രാക്ടീസുകൾ ഉണ്ടാവും, അതേപോലെ മെഡിറ്റേഷൻസ് ഉണ്ടാവും. നമ്മുടെ ഉള്ളിലുള്ള പവർ കൊണ്ടുവന്ന് പുറത്തേക്ക്, നമ്മുടെ കഴിവ് പുറത്തേക്ക് എടുത്ത് നമ്മളിൽ ഉള്ളിലുള്ള പവറിനെ നമുക്ക് തിരിച്ചറിയാൻ സഹായിക്കും ക്ലാസ്സിലൂടെ. അതേപോലെ സെൽഫ് ലവ് ചെയ്തിട്ട് ഒരുപാട് പേർക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ സൗന്ദര്യം പോലും സെൽഫ് ലവിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയും എന്നുള്ളത് 100% സത്യമുള്ളൊരു കാര്യമാണ്. അതും പിന്നെ അതേപോലെ കോൺഫിഡൻസ് കൂടും, നമുക്ക് നോ പറയേണ്ടടുത്ത് നോ പറയാൻ കഴിയും. അതേപോലെ നമ്മെ ആരെങ്കിലും മിസ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് തൻ്റെ ഇടത്തോടുകൂടെ ശക്തിയുള്ളവളായി സംസാരിക്കാനുള്ള പവർ നമുക്ക് വരും. എപ്പോഴും മറ്റുള്ളവരെ നമ്മെ എന്താ ചെയ്യുക, നമ്മളൊന്ന് കുറച്ചൊന്ന് അങ്ങോട്ട് താന്നു കൊടുക്കുമ്പോൾ, നമ്മളെല്ലാം വെട്ടി തുറന്ന് ഓപ്പൺ മൈൻഡോട് സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ നമ്മെ എപ്പോഴും എന്ത് ചെയ്യുക, അവരെ വഴിക്ക് നമ്മളെ കൊണ്ടുപോകുകയാണ് ചെയ്യുക. അപ്പം നമ്മൾ യെസ് പറയേണ്ടടുത്ത് യെസ്സും, അങ്ങനെയൊന്നും എന്നെ പറ്റിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു ഇതിൽ നമ്മൾ ജീവിക്കുകയാണ് വേണ്ടത്. കാരണം പല സ്വഭാവ സവിശേഷതകളും ഉള്ള ആളുകളുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഉയർന്നു നിൽക്കാനും ഭയം കൂടാതെ കാര്യങ്ങൾ ചെയ്യാനും നമ്മെ നാമായി അംഗീകരിക്കാനും ഒക്കെ കഴിയും.
ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുന്നതാണ്. താങ്ക് യു.